തൊപ്പി വെച്ചൊരു കുണുവാവ, ഏറിൽ കേറും കുണുവാവ, സ്ഥാനാർത്ഥിയായ കുണുവാവ. അതെ, ബിജെപിയുടെ സ്വന്തം കുണുവാവ, ബിജെപിയുടെ സ്വന്തം അനിയത്തിപ്രാവ്. എന്ത് മണ്ടത്തരം ചെയ്താലും പറഞ്ഞാലും അതൊരു പിഞ്ചു കുഞ്ഞിന്റെ കുറുമ്പായി കണ്ട് ബിജെപി താലോലിക്കുന്ന കുണുവാവ. സർവോപരി ശശി തരൂരിന് ശേഷം ഇന്ത്യക്ക് ലഭിച്ച ഏറ്റവും ഗ്ലാമറുള്ള സ്ഥാനാർത്ഥി, ദ വൺ ആൻഡ് ഓൺലി എയറിഷ് കങ്കണ റണാവത്ത്. മാപ്രാവസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഗൂസ്, ലേസും ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് എടുക്കട്ടെ. ആരാണ് മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവാതിരിക്കാനുള്ള കാരണം? പറയൂ. അല്ല, അത് പിന്നെ കമോൺ ഗൈസ്, ഇറ്റ്സ് മോദിജി. മോദിജിയും ബാക്കി ഫ്രണ്ട്സും കൂടെ ഉക്രൈൻ യുദ്ധത്തിൽ ഇടപെടുന്നത് കൊണ്ടാണ് മൂന്നാം ലോക മഹായുദ്ധം ഒഴിവായത്. കമോൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഏത് വർഷമാണ്? അത് 1947. നോ വേ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 2014. ഈ പറഞ്ഞ PSC ക്വസ്റ്റ്യൻസിനെയൊക്കെ തിരുത്തി എഴുതിയ പ്രതിഭാസമാണ് നമ്മുടെ സ്വന്തം കങ്കണ റണാവത്ത്. പുള്ളിക്കാരുടെ ഒരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ ആള് വാ തുറന്നാ മതി ഉടൻ എയറിലാവും. സിനിമ അഭിനയ രംഗത്തെ തന്റെ പ്രകടനങ്ങൾക്കൊക്കെ ഒരു ബ്രേക്ക് കൊടുത്ത് ആളിപ്പോ രാഷ്ട്രീയത്തിൽ സജീവമാണ്. അങ്ങനെ ചുമ്മാ ഒന്നും സജീവമായ പോരെന്നേ, മക്കൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങ് മത്സരിക്കോ എന്ന് BJP പറഞ്ഞപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല. ഹിമാചൽ പ്രദേശിലെ മാണ്ഡി മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചു കങ്കണാജി. അയ്യോ, ഞാൻ രാജസ്ഥാനിലോ പശ്ചിമ ബംഗാളിലോ ഡൽഹിയിലോ മണിപ്പൂരിലോ എവിടെ പോയാലും ഒടുക്കത്തെ സ്നേഹവും ബഹുമാനവും എനിക്ക് കിട്ടും എന്നൊക്കെ എനിക്കറിയാം. അമിതാഭ് ബച്ചന് ശേഷം ആർക്കെങ്കിലും ഇൻഡസ്ട്രിയിൽ ഇത്രയും സ്നേഹവും ബഹുമാനവും കിട്ടുന്നുണ്ടെങ്കിൽ അതെനിക്കാണെന്ന് ഫുൾ കോൺഫിഡൻസിൽ പറയാം എന്നാണ് പുള്ളിക്കാരി സ്വയം പറയുന്നത്. ഇത് പറഞ്ഞതിന്റെ പേരിലും ഇടയിൽ നിന്ന് ഏറെ കേറിയിരുന്നു. കൃത്യമായി പറഞ്ഞാൽ കങ്കണാജി ഒരു വിവാദേശായി മാറുന്നത് 2020 തൊട്ടാണ്. സുശാന്ത് സിംഗിന്റെ ആത്മഹത്യയോടെ നെപ്പോട്ടിസത്തിനെതിരെ സംസാരിച്ചുകൊണ്ടാണ് ജി തന്റെ ട്വീറ്റ് യുദ്ധം ആരംഭിച്ചത്. അങ്ങനെ പ്രതികരിച്ച് പുള്ളിക്കാരി സൂര്യന് കീഴിലുള്ള സകല വിഷയത്തിലും പ്രതികരിക്കാൻ തുടങ്ങി. പിന്നെ ആളെ കാണുന്നത് മോദിജിക്ക് ജയ് വിളിക്കുന്ന സംഘപരിവാറിന്റെ അനിയത്തി പ്രാവായാണ്. ഈ കർഷക സമരമൊക്കെ നടന്ന സമയത്തെ കങ്കണാജിയുടെ ട്വീറ്റുകളുടെ ഗോൾഡൻ ഇറയായിരുന്നു. കർഷകരെ തീവ്രവാദികളെന്ന് വിശേഷിപ്പിക്കുക, കർഷക സമരമുഖത്തുണ്ടായിരുന്ന പ്രായമായ ഒരു സ്ത്രീയെ 100 രൂപ കിട്ടാനായി സമരം ചെയ്യുന്നവൾ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുക. അങ്ങനെ കങ്കണാജിയുടെ വെറുപ്പിക്കൽ സഹിക്കാനാവാതെ ട്വിറ്റർ തന്നെ അവരെ ബാൻ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി. ട്വിറ്ററിൽ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം ഉടനെ പുള്ളിക്കാരി പെട്ടിയും കിടക്കെടുത്ത് ഇൻസ്റ്റാഗ്രാമിലോട്ട് വിട്ടു. ഇതൊന്നും മാത്രമല്ല പുള്ളിക്കാരി പറഞ്ഞത്, 1947 നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം വെറും ഭിക്ഷയായിരുന്നു എന്നും ശരിക്കുള്ള സ്വാതന്ത്ര്യം കിട്ടിയത് 2014 പോലും. അത് മേടിച്ചു തന്നത് മോദിജിയാണെന്ന്. അയ്യോ, ദേ ആ ടെക്സ്റ്റ് ബുക്കിൽ സ്വാതന്ത്ര്യദിനത്തിന്റെ ഡേറ്റ് മാറ്റാൻ പോയ ശാഖക്കാരോട് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്, പുള്ളിക്കാരി ആലങ്കാരികമായി പറഞ്ഞതാണെന്ന്. സമരം ചെയ്യുന്ന കർഷകരെ ഭീകരവാദികൾ എന്ന് വിളിക്കുക, അവരെ പിന്തുണയ്ക്കാൻ ശ്രമിക്കുന്നവരെ ഫുൾസ് എന്ന് വിളിക്കുക. ജാതി എന്ന് പറയുന്നത് നിങ്ങൾക്കുണ്ടാകേണ്ട ക്വാളിറ്റിയാണ് എന്നൊക്കെ പറയാ. രാജ്യത്തെ ആശുപത്രികളിൽ ഓക്സിജൻ ക്ഷാമം ഉണ്ടായപ്പോൾ മരം നട്ട് പിടിപ്പിക്കാഞ്ഞിട്ടാണെന്ന് പറയാ. മോദിജിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫെമിനിസ്റ്റ് എന്ന് പറയാ. മോദിജി പ്ലീസ് ഷോ യുവർ വൈറൽ റൂപ്പ് ഫ്രം ഏർലി 2000. അതായത് മോദിജിയോട് 2002 ഗുജറാത്ത് കലാപ മോഡൽ പുറത്തെടുത്ത് ബംഗാളിലെ ജനങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ പറയാം. അങ്ങനെ കങ്കണാജിയുടെ ഇന്ത്യയിൽ ഒരു ദിവസം തട്ടിമുട്ടി ജീവിച്ചു പോവാൻ എന്തൊക്കെ കാണണം. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇപ്പൊ എന്നാ, പുള്ളിക്കാരിക്ക് പത്മശ്രീ കൊടുത്തല്ലയോ സർക്കാർ ആദരിച്ചത്. റീസെന്റ് ആയി ആൾ ഏറിപ്പോയ ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ആള് പറയാണ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി സുഭാഷ് ചന്ദ്രബോസ് ആണെന്ന്. എന്റെ കർത്താവേ, മെയിൻ സംഖ്യകൾ പോലും ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അല്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ല. എന്റെ കങ്കണാജി, നിങ്ങളൊരു പ്രസ്ഥാനം തന്നെ ട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മൂന്നാം ലോക മഹായുദ്ധം മോദിജി അങ്ങനെ പിടിച്ചങ്ങോട്ട് നിർത്തിയതാണെന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. അതെ, ഭൂമിയുടെ അച്ചുതണ്ട് താങ്ങി നിർത്തിയിരിക്കുന്നത് തന്നെ നമ്മുടെ മോദിജിയുടെ തോളിലാണ് എന്നൊരു ഒപ്പീനിയൻ എനിക്കുണ്ട്. പിന്നെയല്ലേ മൂന്നാം ലോക മഹായുദ്ധം. കണ്ടിന്യൂ കങ്കു. പിന്നെ ചെറുതായിട്ട് ആള് മാറി സ്വന്തം പാർട്ടിക്കാരനെ അധിക്ഷേപിച്ചു. ചിന്ന കേസ്. RJD നേതാവായ തേജസ്വി സൂര്യ ഗുണ്ടയാണെന്നും മത്സ്യം കഴിക്കും എന്നായിരുന്നു പുള്ളിക്കാരി ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞു വന്നപ്പോ സ്വന്തം പാർട്ടി നേതാവായ തേജസ്വി സൂര്യയുടെ പേരാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ആളുടെ ഒരു കുറുമ്പായി കണ്ട് പാർട്ടി എഴുതി തള്ളിക്കൊള്ളുന്നേ. അപ്പൊ സംഘപരിവാറിന്റെ സ്വന്തം കുണുവാവയായ കങ്കണാജിയുടെ വിഷം ഹോൾസെയിൽ കൊടുക്കുന്ന സാമൂഹ്യ പ്രവർത്തനത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. ഇന്നത്തെ മാപ്രവേഴ്സിന്റെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം.